അദ്ദേഹത്തിന്റെ തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൽ ആ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ സ്റ്റേറ്റ് മിഷനിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം സ്റ്റേറ്റ് മിഷൻ നൽകിയ രേഖകളും അനുസരിച്ച് 2005-2006 കാലഘട്ടത്തിലെ ഇൻസെന്റീവ് തന്നെയാണ് ഇപ്പോഴും. ചോദിച്ചിരിക്കുന്നു. അത് സാമ്പത്തിക പ്രശ്നം കൊണ്ട് അത്രയും ആകില്ലെന്നുണ്ട്. പക്ഷേ സർക്കാർ ഏതെങ്കിലും മാർജിൻ അങ്ങോട്ട് പറഞ്ഞിരുന്നു, ഒരു ബാർഗെയിൻ മാർജിൻ എന്നുള്ള രീതിയിൽ പറഞ്ഞില്ല? അങ്ങനെയല്ല, അവരോട് പറഞ്ഞല്ലോ. അതായത് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ ചുമതലയേൽക്കുമ്പോൾ 2005-2006 ആശാ സ്കീം തുടങ്ങുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് തുടങ്ങിയത് 2007 ബഹുമാനിയായിട്ടുള്ള ശ്രീമതി ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ്. ആദ്യമായിട്ടൊരു ഓണററിയം പ്രഖ്യാപിക്കുന്നത് അന്നത്തെ LDF സർക്കാരാണ്, 300 രൂപ എന്നുള്ളത്. പിന്നീട് ആ സർക്കാരിൻ്റെ അവസാന ബജറ്റിൽ അത് 500 രൂപയാക്കി ഉയർത്തി. പിന്നീട് വന്ന സർക്കാർ 2011 അധികാരത്തിലെത്തിയ UDF സർക്കാർ ഈ ഓണററിയം കൊടുത്തു തുടങ്ങുന്നത് 2013 2 വർഷം കഴിഞ്ഞിട്ടാണ്. അതിനുശേഷം ആ 500 രൂപ എന്നുള്ളത് പിന്നെ 600 രൂപയായി, 700 രൂപയായി, 800 രൂപയായി, 900 400 രൂപ വർദ്ധിപ്പിച്ചു. എന്നിട്ട് അവർ പോകുന്ന സമയത്ത് 1000 രൂപ പ്രഖ്യാപിച്ചു. പക്ഷേ 2016 LDF സർക്കാർ വന്നപ്പോഴാണ് 1000 രൂപ കൊടുത്തു തുടങ്ങുന്നത്. ഈ 1000 രൂപ കൊടുത്തു തുടങ്ങുമ്പോൾ മുൻപത്തെ നിലയിൽ 100 രൂപ വർദ്ധിപ്പിച്ചല്ല പോയത്. ഇടതുപക്ഷ സർക്കാരിൻ്റെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നല്ല നിലയിലുള്ള വർധനവുണ്ടായി. അതാണ് ഇപ്പോൾ പറയുന്ന ഓണററിയം മാത്രമാണ് 7000 രൂപ എന്നുള്ളത്. ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും ഓണററിയത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. ആ വർധനവ് ഇപ്പോൾ കേന്ദ്ര സ്കീമിലുള്ള ആശമാരാകട്ടെ, അങ്കണവാടി പ്രവർത്തകരാകട്ടെ, മറ്റ് സ്കീമിലുള്ള എല്ലാവർക്കും അവർക്ക് ലഭിക്കുന്ന ഓണറേറിയം അത് ഓണറേറിയമാണല്ലോ, അതാണ് കേന്ദ്രം പറയുന്നത്. അവർക്ക് ലഭിക്കുന്നത് ഓണറേറിയമാണ്. ആ ഓണറേറിയം വീണ്ടും വർദ്ധിപ്പിച്ച് നൽകുന്നതിനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, അങ്കണവാടി പ്രവർത്തകരുടെ അത്രയും സംസ്ഥാന സർക്കാർ കൊടുക്കുമ്പോൾ 2500 രൂപയിൽ താഴെയാണ് കേന്ദ്രം നൽകുന്നത്. അത് നമ്മൾ കാണണം. ഒരു കേന്ദ്ര സ്കീമാണ്. ആ കേന്ദ്ര സ്കീമിൽ സ്റ്റേറ്റ് കൊടുക്കുന്നത് എത്രയാണ്, കേന്ദ്രത്തിൻ്റെ ഷെയർ എത്രയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇതിൽ വളരെ കൃത്യമായ നിലപാട് തന്നെയാണ് ഉള്ളത്. ആ നിലപാടിൽ തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വ്യക്തവും സുതാര്യവുമായിട്ടുള്ള നിലപാട്.